സാറിന് 3 മക്കളാണ് അല്ലേ? 2 പെൺമക്കളും ഒരു മകനും, പിന്നെ മകളുടെ ഭർത്താവൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ആദ്യം പെൺമക്കളെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. അതേക്കുട്ടി, അച്ചാമ്മക്കുട്ടി, ചാണ്ടി കുഞ്ഞ്. നമുക്ക് ക്ഷണിക്കാം ശ്രീ ഉമ്മൻചാണ്ടിയുടെയും ശ്രീമതി മറിയാമ്മ ഉമ്മൻ്റെയും പ്രിയപുത്രിമാർ മറിയ ഉമ്മനും അച്ചു ഉമ്മനും. മറിയമ്മൻ, അച്ചുമ്മൻ അല്ലേ? അച്ഛൻ്റെ പെറ്റ ആരാണ് ഈ 2 പേരിൽ? അങ്ങനെ ഉണ്ടാവില്ല, എന്നാലും പറയാൻ പറ്റില്ല, പൊതുവേദിയിൽ പറയാൻ പറ്റില്ല. നിങ്ങൾ അതിൻ്റെ പേരിൽ വഴക്ക് കൊടുക്കും എങ്കിലും ആണല്ലേ, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് പാർഷ്യാലിറ്റി ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല, പൊതുവെ അങ്ങനെ എല്ലാവരും പറയും. ഞങ്ങൾ അത്ഭുതത്തോട് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സാറിൻ്റെ ഈ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെ കുട്ടിക്കാലത്ത് സാറ് ലാളിക്കാറുണ്ടായിരുന്നു, കളിപ്പിക്കുക, അങ്ങനെ കുട്ടികളെ അങ്ങനെയാണല്ലോ, പ്രത്യേകിച്ചും പെൺകുട്ടികളെ അച്ഛന്മാരാണ് കൂടുതൽ കളിപ്പിക്കാറെന്നൊക്കെ. ഞങ്ങളൊക്കെ അങ്ങനെയാണ്, നമ്മൾ പൊതുവെ അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒരുപാട് ടൈമൊന്നും അങ്ങനെ വീട്ടിലിരിക്കാറില്ലല്ലോ. പിന്നെ കുറച്ചുള്ളപ്പം അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് കഥ, ഒരു ഉറുമ്പിൻ്റെ കഥയുണ്ടായിരുന്നു, എല്ലാം നല്ലതിന്. അങ്ങനെ ചെറിയ ചെറിയ 1-2 കഥകളൊക്കെ എപ്പോഴും പറഞ്ഞു തരുമായിരുന്നു. അല്ലാതെ കൂടുതലായിട്ടിരുന്ന് എപ്പോഴും എല്ലാ ദിവസവും വൈകിട്ട് വന്നിട്ട് കളിപ്പിക്കുക അങ്ങനെ ഒരു ഇതൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരിക്കലും വഴക്ക് പറയത്തില്ല, അടിക്കത്തില്ല. മാർക്കൊക്കെ കുറഞ്ഞു വരുമ്പോഴത്തേക്ക് ഞങ്ങൾ അപ്പയുടെ അടുത്ത് കൊണ്ടുപോയി, അമ്മ അറിയാതെ ഒപ്പിട്ട് വാങ്ങിച്ച് കൊണ്ടുപോകും. അമ്മയുടെ അടുത്ത് തന്നെ മാർക്ക് കുറഞ്ഞ് വഴക്ക് കിട്ടും അങ്ങനത്തെ. അതുകൊണ്ട് അപ്പയായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ്. അമ്മയ്ക്ക് കുറച്ചൊരു സ്ട്രിക്റ്റ് മുഖമായിരുന്നു. അപ്പൊ ഭയങ്കര ഓവർ സോഫ്റ്റ് ആയതുകൊണ്ട് സോഫ്റ്റ് ഒക്കെ തന്നെ, പക്ഷേ സ്ട്രിക്റ്റ് ഒന്നുമില്ല. പക്ഷേ ഇത് വിടാൻ പറ്റും രണ്ടുപേർക്കും. അപ്പം ഞങ്ങളുടെ ഒരു ഇഷ്ടത്തിനും എതിര് പറയത്തില്ല. അപ്പോൾ പൊതുവേ എന്തെങ്കിലും കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കുട്ടിക്കാലത്ത് ഡ്രസ്സ് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ സിനിമക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പയോടാണ് പറയുക, അമ്മയോടാണ് പറയുക? ഫിനാൻഷ്യൽ സോഴ്സ് അമ്മയാണ്. ഓ, ധനമന്ത്രി അമ്മയാണെന്ന് സാറ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അമ്മയുടെ അടുത്ത് തന്നെ അത് പറയേണ്ടി വരും. ഇപ്പോൾ സാറ് പറഞ്ഞ് എപ്പോഴും ആൾക്കൂട്ടത്തിൻ്റെ നടുവിലാണ്, എപ്പോഴും വീട്ടിൽ തിരക്കായിരിക്കും. ഈ ആൾക്കാർ ഇങ്ങനെ വീട്ടിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. രാഷ്ട്രീയമായാലും എന്തായാലും നിങ്ങൾക്കൊരു വീർപ്പൂട്ടലുണ്ടാവില്ല, നിങ്ങളുടെ സ്വകാര്യത, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, കാര്യങ്ങളൊക്കെ നടക്കാതെ പോകുന്നു, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ അതിനെപ്പറ്റി? അങ്ങനെ പരാതി എന്നല്ല, അപ്പ അങ്ങനെയൊക്കെ ആയിരിക്കുന്നത് കൊണ്ടാണ് അപ്പയ്ക്ക് ഇന്ന് ഈ സ്ഥാനത്തിരിക്കാൻ പറ്റുന്നത്. ഒന്ന്, പിന്നെ ഞങ്ങൾക്കിപ്പോൾ എവിടെ പോയാലും ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന ആ സ്നേഹവും ഒരു ബഹുമാനവും ഒക്കെ അത് ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഈ വീട്ടിൽ വരുന്നതെന്ന് പറയുന്നത് ശരിക്കും സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. അവരുടെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയങ്ങളുമായിട്ടാണ് വീട്ടിൽ വരുന്നത്. അതിലവർക്കൊരു ഒരാശ്വാസം കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷമേ ഉള്ളൂ. പക്ഷെ കുഞ്ഞുങ്ങളായിരുന്നപ്പം ശരിയാണ്, സ്കൂളിൽ പോകുന്നതൊക്കെ സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. കാര്യം ഞങ്ങളുടെ ബെഡ്റൂം വരെ ആൾക്കാരുണ്ട്. ഇപ്പോൾ രാവിലെയൊക്കെ സ്കൂൾ ഡ്രസ്സ് എടുത്ത് വെച്ച് മുറിക്കകത്ത് താഴത്തെ മുറിയിലാണെങ്കിൽ കിടന്നില്ലെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റില്ല. എല്ലാ കുട്ടികൾക്കും ഉണ്ടാവില്ലേ, ഇപ്പോൾ പെൺകുട്ടികളാവും പ്രത്യേകിച്ചും നല്ല ഇതിലൊരു വസ്ത്രം ധരിച്ച് നടക്കണം. അപ്പോൾ പൊതുവെ ഉമ്മൻചാണ്ടിയുടെ മകൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊതുവേദിയിലോ അല്ലെങ്കിൽ കോളേജിലോ സ്കൂളിലൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അങ്ങനെ സാധിക്കാറുണ്ടോ? പലപ്പോഴും എനിക്ക് തോന്നുന്നു ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട്. ഒരു സാധാരണ കുട്ടികൾക്കാണെങ്കിൽ കിട്ടുന്ന ഒരു ഫ്രീഡം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ, ഉമ്മൻചാണ്ടിയുടെ ദൈവം സഹായിച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. വീട്ടിൽ കൊള്ളാവുന്ന ഡ്രസ്സ് ഉണ്ടെങ്കിലല്ലേ അത് ഇടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. വാങ്ങിച്ചു കൊടുത്തിട്ടില്ല, അവർ വേണമെന്ന് പറഞ്ഞിട്ടില്ല. അതിപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അതിശയം തോന്നും. കൊച്ചുമക്കൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ ഡ്രസ്സുണ്ട്. ഇവരൊരിക്കൽ പോലും ഞാൻ ഓണത്തിൻ്റെ ഡ്രസ്സോ ക്രിസ്മസിൻ്റെ ഡ്രസ്സോ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. കസിൻസൊക്കെ നല്ല ലേറ്റസ്റ്റ് ഫാഷൻ നടക്കുമ്പോൾ ഇപ്പോഴൊരിക്കൽ പോലും എന്നോട് എനിക്കത് വേണമെന്ന് വഴക്ക് പിടിച്ച് എനിക്ക് ഓർമ്മയേ ഇല്ല, ചെയ്തിട്ടില്ല. അങ്ങനെ അതിൻ്റെ പേരിലൊരു വിഷമം തോന്നിയിട്ടുണ്ട് ഞങ്ങൾക്കും അങ്ങനെ ഒരു തോന്നിയിട്ടില്ല. എപ്പോഴെങ്കിലും സാർ എന്തെങ്കിലും ഒരു സമ്മാനം തന്നതായിട്ട്? സമ്മാനം തന്നിട്ടുണ്ടോ? അതെന്താണെന്നറിയോ, നല്ല രസമുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ ഡൽഹിയിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് കുഞ്ഞ് 3 ഈ നമ്മളെ കണ്ടുവെക്കുന്ന ബ്ലാക്ക് ക്ലോത്ത് ഉണ്ടല്ലോ, കണ്ണി വെക്കുന്ന ഫ്ലൈറ്റ്, അപ്പം അത് 3 എണ്ണം പുള്ളി ബാഗിൽ സംഘടിച്ച് വെച്ചിട്ട് ഡൽഹിയിൽ പോയിട്ട് വന്നപ്പോഴത്തെ പിള്ളേരെ മറിക്കുട്ടി അച്ചു ചാണ്ടിയിലാകുമ്പോൾ ഭയങ്കര സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇതിർത്ത് 3 പേർക്ക് ഓരോന്ന് കൊടുത്ത് നിങ്ങൾ സുഖമായിട്ട് നേരം വെളുത്താലും സൂര്യൻ കാണാതെ സുഖമായിട്ട് ഉറങ്ങാം കൊടുത്തു. അതാണ് കണ്ണാടിയാണ് നിങ്ങൾക്ക് തന്ന സമ്മാനം. അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? അതോ പോയി ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി തന്നതാണല്ലേ?
എപ്പോഴും ഈ കളിയാക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഈ മിമിക്രിക്കാർ സാറിനെ അനുകരിക്കാറുണ്ടല്ലോ, ഞങ്ങളൊക്കെ ഒരുപാട് ചിരിക്കാറുണ്ട് അത് കണ്ടിട്ട്. നിങ്ങളുടെ അതിനെക്കുറിച്ചുള്ള ഒരു ഇതാണ് എൻജോയ് ചെയ്യും. നമുക്കത് കാണുമ്പം അത് ഒരുമാതിരി റിയൽ ആയിട്ട് തോന്നുവാണെങ്കിൽ കറക്റ്റ് ആയി എന്ന് എൻജോയ് ചെയ്യാം. അല്ല ഒരു ക്രിട്ടിക്കലായി അപ്പോൾ പറയണ പോലെ തന്നെയാണോ അവർ പറയുന്നത്? ചിലരൊക്കെ, എല്ലാവരും അല്ല, ചിലര് നന്നായിട്ട് ചെയ്യാറുണ്ട്. പൊതുവേ ഈ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് രാഷ്ട്രീയത്തിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതൊരു പരാതിയായിട്ട് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അധ്യാപകരുടെ മക്കൾ അധ്യാപകരാകുന്നു, സിനിമാക്കാരുടെ മക്കൾ സിനിമാക്കാരാകുന്നു, മറ്റ് ഡോക്ടേഴ്സിൻ്റെ മക്കൾ ഡോക്ടേഴ്സ്. പക്ഷേ പൊതുവേ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ മക്കൾ വന്നത് എന്തൊരു കുറ്റം പോലെയാണെന്ന്. അപ്പോൾ ഇപ്പോൾ അച്ചു ആദ്യം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു ഇങ്ങനെ ഒരു ഇതൊക്കെ ആദ്യം കേട്ടിരുന്നു, നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് വേണ്ടാന്ന് വെച്ചു അല്ലേ? ഞാനൊരു 9 വർഷക്കാലത്തോളം ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. ആദ്യം കോളേജിൽ, പിന്നെ KSU വേണ്ടി പൊതുവായിട്ട് പ്രവർത്തനത്തിലുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സ്വന്തം തീരുമാനത്തിലാണ് ഞാൻ അത് വേണ്ടാന്ന് വെച്ചത്. പക്ഷേ പൊതുവേ പറയുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഡോക്ടർമാരുടെ മക്കൾക്ക് ഡോക്ടർമാർ വിചാരിച്ച MBBS സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനോ മകൾക്കോ ആ രാഷ്ട്രീയ നേതാവ് ഒരു ഗോഡ് ഫാദർ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അവസരം കൊടുക്കാൻ പറ്റും. അപ്പം ഒരുപാട് ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് മേലെ ആയിരിക്കും ഒരു പക്ഷേ കഴിവ് കുറവുള്ള ഒരാളെ കൊണ്ടുവരുന്നത്. അതായിരിക്കാം ജനങ്ങൾ പൊതുവെ അത് പറയുന്നത്. പക്ഷെ അർഹതയുള്ള നല്ല ആൾക്കാരാണെങ്കിൽ എങ്ങനെയാണെങ്കിലും തന്നെ വന്നിരിക്കും എന്നുള്ളതാണ്. പൊതുവേ നമുക്ക് നോക്കുമ്പോഴേ ഞാൻ പക്ഷേ വേറെ രീതിയിലാണ് അതിൽ കണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാറിൻ്റെ നേതാവ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സോണിയാഗാന്ധി, അദ്ദേഹത്തിൻ്റെ മകള് പ്രിയങ്ക ഗാന്ധി ആദ്യം വരുന്നു എന്നാണ് നമ്മൾ കേട്ടിരുന്നത്. പക്ഷെ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി അരങ്ങൊഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധിക്ക് അവസരം ഒരുക്കി കൊടുത്തു എന്നാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയത് അതിൻ്റെ അകത്ത്. കാരണം അദ്ദേഹം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു തരം സാക്രിഫൈസ്, അതല്ലെങ്കിൽ ഒരു പിൻവാങ്ങലായിരുന്നു അത് നടത്തിയത്. എന്നിട്ട് സോഷ്യൽ പ്രവർത്തനങ്ങളിലും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോയി. ഒരുപക്ഷെ അച്ചു അങ്ങനെ ഒരു തീരുമാനമാണ് എടുത്തത്. പ്രിയങ്ക ഗാന്ധി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. എൻ്റെ തെറ്റിദ്ധാരണ. വളരെയധികം അർഹതയുള്ള ആളാണ് രാഹുൽ ഗാന്ധി, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വന്നത്. എൻ്റെ കാര്യത്തിൽ അല്ല, അർഹതയുടെ പ്രശ്നം വെച്ച് ഞാൻ പറഞ്ഞതല്ല. പക്ഷേ ഈ ചിലപ്പോൾ നമ്മൾ ആഗ്രഹം സാക്രിഫൈസ് ചെയ്യാന്ന് പറയില്ലേ, ആ രീതിയിൽ ഒരുപാട് രീതിയിൽ ആലോചിച്ച് ഞാൻ സ്വയം എടുത്ത തീരുമാനമാണത്. കാര്യം നമ്മൾ എങ്ങനെ തന്നെ ഒരു സ്ഥാനത്ത് വന്നാലും ആക്ഷേപം ഉണ്ടാവും. ഞാൻ KSUലായിരുന്ന സമയത്ത് എല്ലാവരും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് പ്രത്യേകിച്ച് ഒരു പോസ്റ്റും ഇല്ലായിരുന്നു. പോസ്റ്റ് ഇല്ലാതെയാണ് ഞാൻ പ്രവർത്തിച്ചത് മൊത്തം. ഇലക്ഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ പോസ്റ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പയ്ക്കൊരു ചീത്തപ്പേരുണ്ടാവാൻ പാടില്ലല്ലോ.